ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. ഈ വാച്ച് ടവറിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഇതിനകത്ത് കയറാൻ പറ്റുമെന്നുള്ളത് മറ്റേ പരിപാടികളെല്ലായിടത്തും നടക്കുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ എവിടെ പാറയുണ്ടാവും അവിടെ കാണും ഓരോ വൃത്തികെട്ടവന്മാർ. പാറ ഇതുപോലെയുള്ള വാച്ച് ടവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തൊന്ന് കയറി നോക്കാം, താഴെ പോകുന്നുള്ള കാര്യമാണ് സംശയം. കയറി നോക്കാം. മൊത്തം പോയി കിടക്കുകയാണ് കേട്ടോ വാച്ച് ടവറിലാണ്. സൂക്ഷിച്ച് വേണം. ശരിക്കണല്ലോ ഈ വാച്ച് ടവർ വച്ചിരിക്കുന്നത് ഇത് വയ്ക്കേണ്ട സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ആ കാടുണ്ടല്ലോ, ആ ശീമക്കൊന്ന, പിന്നെ കൊറുക്കുട്ടി അല്ലെങ്കിൽ വട്ട അല്ലെങ്കിൽ ആ മരത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇതൊക്കെ ശരിക്കും ഈ ചന്ദ്രഗിരി പുഴയുടെ ആ ഒരു കാഴ്ച ഉണ്ടല്ലോ, ആ ഒരു സൈറ്റ്, ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് മറയ്ക്കുന്നില്ല. ഇതിന് തൊട്ടപ്പുറത്താണ് പുഴ കാണാൻ പറ്റും നിങ്ങൾക്കത്. അതാണ് പുഴ. പക്ഷേ എന്ത് പറയാം, മൊത്തം താഴെ ഭാഗത്തൊക്കെ മൊത്തം കാടാണ്. അത് കണ്ടില്ലേ, മൊത്തം കാട്. എങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഈ മരങ്ങളൊക്കെ പോകണം ശരിക്കും. എന്നാൽ മാത്രമേ ചന്ദ്രഗിരി പുഴയുടെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ചന്ദ്രഗിരി കോട്ടയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റൂ. അതിനുള്ള മാർഗമില്ല. ഇവരുണ്ടല്ലോ, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഇവരെ തല്ലണം ശരിക്കും വൃത്തിയോടന്മാർ. ഇവിടെ കാശ് വാങ്ങിയിരുന്നതിന് ഞാൻ തല്ലിയരേ വരെ. കാരണം അതിന് കാശ് വാങ്ങാനുള്ളതൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വൃത്തിയേട്. അയ്യേ, ഏകദേശം 7 ഏക്കർ ഭൂമി ഉണ്ട് കേട്ടോ. അത് മൊത്തം ചുറ്റോടും ചുറ്റും 7 ഏക്കർ ഭൂമിയുണ്ട്.